ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ഊർജ്ജ സുരക്ഷയ്ക്കും പ്രതിരോധ മേഖലയുടെ ശക്തിപ്പെടുത്തലിനും റഷ്യയുമായുള്ള സൗഹൃദം എക്കാലത്തും ഇന്ത്യക്ക് വിലപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിന്റെ റഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുമോ? കൂടംകുളത്തിന് സമാനമായി ഇന്ത്യയിൽ കൂടുതൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. മോസ്കോയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു പുടിൻ. കൂടംകുളം ആണവ നിലയം സംബന്ധിച്ച് റഷ്യയുമായുള്ള കരാറിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ അറിയിച്ചു. കൂടംകുളത്തെ 2ാം യൂണിറ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കും. 3-4 യൂണിറ്റുകളുടെ നിർമ്മാണ കരാറിന് അന്തിമരൂപം നൽകുന്നതിന് പുറമെ കൂടുതൽ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ റഷ്യ തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞു. В этой связи отмечу наш общий большой успех. В июле был запущен первый энергоблок атомной электростанции Куданкулам. ഇന്ത്യയിൽ റഷ്യൻ പങ്കാളിത്തത്തോടുകൂടി നിലവിലെ വൈദ്യുതി നിലയങ്ങൾ ആധുനികവൽക്കരിക്കാനും പുതിയവ സ്ഥാപിക്കാനും തീരുമാനമായി. സ്വതന്ത്ര വ്യാപാര സാധ്യതയെക്കുറിച്ച് ചർച്ച തുടങ്ങിവെക്കാൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചു. I also sought President Putin's support for the launch of negotiations on a free trade agreement with the Customs Union of Russia, Kazakhstan and Belarus. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങി നിരവധി ആഗോള വിഷയങ്ങളും ഇരു രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായി. സിറിയയിൽ യുദ്ധമല്ല, രാഷ്ട്രീയ നയതന്ത്ര പരിഹാരമാണ് വേണ്ടതെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. ഒപ്പം ഭീകരപ്രവർത്തനം നേരിടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇരു നേതാക്കളും ഒരുപോലെ ആവർത്തിച്ചു. 5 കരാറുകളാണ് ചരിത്രമായി മാറിയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ റഷ്യ സന്ദർശനത്തിൽ പ്രസിഡന്റ് പുടിനുമായി ഒപ്പുവെച്ചത്. കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരുടെ കൈമാറ്റം, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് പുതുതായി ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഈ വിഷയം ചർച്ച ചെയ്യുന്നു സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. സെന്റർ ഫോർ റഷ്യൻ സെൻട്രൽ ഏഷ്യൻ സ്റ്റഡീസിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി KB ഉഷ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ നിന്ന് നമ്മോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നവാസ് നിസാറും ഡൽഹിയിൽ നിന്ന്, TP ശ്രീനിവാസൻ വിദേശകാര്യ വിദഗ്ധൻ, ഫോർവേഡ് ബ്ലോക്കിന്റെ G ദേവരാജൻ, കൂടംകുളം ആണവ വിരുദ്ധ സമിതിയുടെ കൺവീനർ SP ഉദയകുമാർ എന്നിവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീമതി KB ഉഷ, പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും പുതിയ വെല്ലുവിളികൾ നേരിടാനും റഷ്യയുമായുള്ള സൗഹൃദത്തിന്റെ ബന്ധത്തിന് കാലാനുസൃതമായ പരിഷ്കരണം ആവശ്യമാണെന്നാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞത്. പൊതുവിൽ തന്നെ അമേരിക്കൻ പക്ഷപാതി എന്ന അധിക്ഷേപം കേൾക്കുന്ന മൻമോഹൻ സിംഗിന്റെ റഷ്യൻ സന്ദർശനം ഏതൊക്കെ തരത്തിലാണ് ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുക? പുതിയ അധ്യായങ്ങൾ തീർച്ചയായും നമുക്ക് എഴുതി ചേർക്കാവുന്ന ഒരു ബന്ധം തന്നെയാണ് റഷ്യയുമായി ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം 2000-ൽ പുടിൻ പ്രസിഡന്റായി അധികാരം ഏറ്റ ആ സന്ദർഭം മുതൽ അപ്പോൾ മുതലാണ് നമുക്ക് ശരിക്കുള്ള വ്യത്യസ്തമായൊരു മാറ്റം ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധത്തിൽ കാണാൻ പറ്റുന്നത്. അന്ന് നമ്മൾ സൈൻ ചെയ്ത ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, അതിനുശേഷം എല്ലാ വർഷവും നമുക്ക് ആനുവൽ സമ്മിറ്റ് റഷ്യയുമായിട്ട് ഇന്ത്യ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടത്തിപ്പോരുന്നുണ്ട്. അതിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിൽ, അതായത് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് സിറിയ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ടെററിസം, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ശരിക്കും ഇന്ത്യക്കും റഷ്യയ്ക്കും ഏകദേശം ഒരേപോലെയുള്ള അഭിപ്രായങ്ങളും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന രീതിയിലുള്ള ഒരു നിലപാടും, അതേസമയം അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ UN പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കണം എന്നുള്ള വളരെ ശക്തമായ ഒരു നിലപാട് രണ്ട് രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധങ്ങളിലും അതുപോലെ തന്നെ അവരുടെ നടപടികളിലും കാണാൻ സാധിക്കുന്നതാണ്. ഈ അടുത്തിടയ്ക്കുള്ള റഷ്യയുടെയും ഇന്ത്യയുടെയും സിറിയൻ പ്രശ്നത്തോടുള്ള സമീപനം അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ കൂടംകുളം നിലയം അത് ഒരു വലിയ ഒരു ഇഷ്യൂ ആയിട്ട് ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യ റഷ്യ ബന്ധങ്ങളിൽ. അതിലും നമുക്ക് ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇന്ത്യയുടെ പക്ഷത്തുള്ള ഇന്ത്യയുടെ ഡിപ്ലോമസിയുടെ ഒരു വിജയമായിട്ട് നമുക്ക് എടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ ലയബിലിറ്റി ആക്ട്
അതിൻ്റെ ഉള്ള ചില പ്രൊവിഷൻസ് അതുമായിട്ട് യോജിക്കാതെ നമുക്ക് ഈ കരാറ് പ്രത്യേകിച്ച് 3-4 റിയാക്ടറുകളുമായിട്ടുള്ള അതിൻ്റെ അത് ഉടനെ പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരു നടപടി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള വളരെ വ്യക്തമായ ഒരു ഭാഷയിൽ നമ്മൾ അറിയിച്ചിട്ടുള്ളതും അത് റഷ്യ അംഗീകരിച്ചിട്ടുള്ളതും നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്കുള്ള ഒരു വിജയമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. തിരിച്ചു വരാം നവാസ് നിസാറിലേക്ക്. നവാസ് നിസാർ, ഇവിടെ KB ഉഷ ചൂണ്ടിക്കാണിച്ചത് 2000 മുതൽ റഷ്യയുമായി ഇന്ത്യക്കുണ്ടായ നല്ല ബന്ധത്തെക്കുറിച്ചും തുടർന്ന് ഓരോ വർഷവും നടത്തിവരുന്ന സമ്മിറ്റുകൾ ഇരു രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാക്കിയ കൂടുതൽ സഹകരണത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചുമാണ്. ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെയാണ് അമേരിക്കയുമായി കൂടുതൽ വലിയ ബന്ധങ്ങൾ ഇന്ത്യ സ്ഥാപിച്ചെടുക്കുന്നത്. ആണവ സഹകരണ കരാർ ഉൾപ്പെടെ, പ്രതിരോധ മേഖലയിലെ സഹകരണം ഉൾപ്പെടെ, വ്യാപാര മേഖലയിലെ ഇളവുകൾ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും അമേരിക്കയുമായി വലിയ ബന്ധം ഇന്ത്യ സ്ഥാപിച്ചെടുക്കുന്നതും ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെയാണ്. ഇപ്പോൾ അടുത്തിടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ അമേരിക്കൻ സന്ദർശനം ഒരു നന്ദി പറച്ചിലായിരുന്നു എന്ന വിലയിരുത്തൽ നയതന്ത്ര രംഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ റഷ്യയുമായി നടത്തിയ സന്ദർശനം എത്രത്തോളം പ്രധാനമാണ് ഇന്ത്യയെ സംബന്ധിച്ച്? അത് നന്ദി പറച്ചിലാണോ എന്ന് എനിക്കറിയില്ല. കാരണം സത്യത്തിൽ പ്രൈം മിനിസ്റ്റർ US ചെന്നപ്പോൾ ഇവിടെ ഇന്ത്യയിലെ പല ദേശീയ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മൻമോഹൻ സിംഗിന് കിട്ടിയിരുന്ന ഒരു പരിഗണന ഈ വർഷം മൻമോഹൻ സിംഗിന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ രാജമോഹൻ ഉൾപ്പെടെയുള്ള പല വിദേശ നയതന്ത്ര വിദഗ്ധന്മാരും എഴുതിയത് ഇന്ത്യയിൽ അടുത്ത ഗവൺമെൻറ്റിനായി കാത്തിരിക്കുന്നു വാഷിങ്ടൺ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു വർത്തമാനത്തിൽ മാത്രം ബന്ധിപ്പിച്ചുകൊണ്ട് കാണുന്നതിനേക്കാൾ ഉപരി താങ്കളുടെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞതുപോലെ 2000 മുതൽ ഇങ്ങോട്ട്, അതായത് ഈ 99-2000 കാലഘട്ടത്തിൽ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ പുതിയ ഘട്ടം ആരംഭിക്കുന്നു. മാഡം പറഞ്ഞതുപോലെ അതേ സമയത്ത് തന്നെയാണ് ഈ ജസ്വന്ത് സിംഗ് സ്റ്റോക്ക് ടാൽബോട്ട് ഡയലോഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ അമേരിക്കൻ ബന്ധങ്ങളെ മാറ്റിമറിച്ച ആ സംഭാഷണവും തുടങ്ങിയത്. അപ്പോൾ ഇത് ഇന്ത്യൻ വിദേശ നയ അന്ന് വരെ കാണിച്ചിട്ടില്ലാതിരുന്ന ഒരു ആരോഗ്യകരമായ സന്തുലിതാവസ്ഥയുടെ ലക്ഷണമാണ്. അതായത് റഷ്യ വളർന്നു വരാൻ പോകുന്ന മൾട്ടി പോളാർ ബഹുധ്രുവ ലോകത്തിൽ റഷ്യ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. മാത്രമല്ല നമ്മൾ അതിന് ശേഷം മനസ്സിലാക്കേണ്ടത് ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ ഇന്ത്യ റഷ്യയുടെ കൂടെ ഭാഗവാക്കായി. അപ്പോൾ ഇത് ഒരു ബയലാട്രൽ ഉഭയദിശയിലുള്ള ബന്ധം മാത്രമായിരുന്നില്ല. ഇന്ത്യ റഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ ബന്ധത്തെ ഒരു ബഹുകക്ഷി അല്ലെങ്കിൽ ഒരു ബഹുധ്രുവ ലോകത്തിലേക്കുള്ള ഒരു പാലമായി വളർത്തിയെടുക്കാനുള്ള ഒരു കോമൺ സെൻസ് രണ്ട് രാഷ്ട്രങ്ങളും കാണിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മൾ 2003 മുതൽ ഇങ്ങോട്ടുള്ള ഈ വ്യാപാര ചർച്ചകളിൽ കണ്ടത്. 2005 ശേഷമുള്ള ബ്രിക്സ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ കാരണം ബ്രിക്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക കൂട്ടുകെട്ടായിരുന്നു 2003. അതിനെയാണ് നമ്മൾ ഒരു വ്യക്തമായ ഒരു ബഹുധ്രുവ കാഴ്ചപ്പാടാക്കി മാറ്റിയത്. G8 G20 മാറുന്നതിൽ റഷ്യക്കുള്ള പങ്ക് വളരെ 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 വലുതാണ്. അപ്പോൾ പിന്നെ മറ്റൊന്ന്, ഈ ഇന്ത്യ റഷ്യയുമായുള്ള ഇന്ന് നടന്ന ഈ വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് സത്യത്തിൽ അത് ഒരു ഇന്ത്യ ഭാരത അമേരിക്കൻ പരമാണു ആണവ കരാറിൻ്റെ ഒരു ഫലപ്രാപ്തിയാണ്. ആ കരാറാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആണവ കരാർ ഒപ്പിടുകയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ ഒപ്പിടുകയും ആ ആണവ കരാറിന് വേണ്ടി ന്യൂക്ലിയർ സപ്ലയർ ഗ്രൂപ്പിൽ നിന്നും IAEAയിൽ നിന്നും നമുക്ക് എക്സംഷൻസ് കിട്ടുകയും ചെയ്തുകൊണ്ടാണ് റഷ്യയുമായും ഫ്രാൻസുമായും കാനഡയുമായും നമുക്ക് കരാറുണ്ടാക്കാൻ കഴിഞ്ഞത്. ഓസ്ട്രേലിയയുമായിട്ട് ഇപ്പോൾ യുറേനിയം കരാർ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പരസ്പര പൂരകങ്ങളായി ശ്രീ TP ശ്രീനിവാസൻ, മുൻ സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യക്കുണ്ടായിരുന്ന ബന്ധം തന്ത്രപ്രധാന വിഷയങ്ങളെ അധികരിച്ചുള്ളതായിരുന്നു. സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. അതിനൊരു തുടർച്ചയും ഉണ്ടായി റഷ്യയുമായി. എന്നാൽ 80കളിൽ, അതായത് ഇൻഡോ സോവിയറ്റ് കരാറുകൾ പൂർത്തിയായ ശേഷം സോവിയറ്റ് യൂണിയൻ പലപ്പോഴും പാകിസ്ഥാന്
സൈനിക സഹായം നൽകിയിരുന്നതായുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുകയും പല രാജ്യാന്തര വിഷയങ്ങളിലും ഇന്ത്യയുടെയും റഷ്യയുടെയും വീക്ഷണവും താല്പര്യങ്ങളും മാറി മാറി പോവുകയും ചെയ്തു. ഇതെല്ലാം പരിഹരിക്കപ്പെടുകയും കുറെ കൂടി സുതാര്യവും ശക്തവുമായ ഒരു ബന്ധം വരും കാലത്തേക്ക് ആവശ്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും അത് അരക്കിട്ടുറപ്പിക്കുകയുമാണോ മൻമോഹൻ സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിലൂടെ സാധിച്ചെടുക്കാൻ കഴിഞ്ഞത്? ശ്രീ ടി പി ശ്രീനിവാസന്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുന്നു. ശ്രീമതി കെ ബി ഉഷ, ഇവിടെ നവാസ് നിസാർ ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സജീവമാവുകയും അതേസമയം തന്നെ അമേരിക്കയ്ക്ക് തുല്യമായി ഇവിടെ ഒരു ശക്തിയായി റഷ്യ രൂപാന്തരപ്പെട്ടു വരികയും പുതിയ രാജ്യാന്തര സാഹചര്യത്തിൽ റഷ്യൻ ബന്ധം അനിവാര്യമാണെന്ന ഒരു ബോധ്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഇത്തരം സന്ദർശനങ്ങളും അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളും എന്നതാണ്. അതിനോട് പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ? ഞാൻ നിസാറിൻ്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു ഈ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അതുപോലെ തന്നെയാണ്. കാരണം ഇപ്പോൾ അമേരിക്ക, യൂറോപ്പ് ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പ്രതിസന്ധി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേസമയം റഷ്യ, അമേരിക്ക എപ്പോഴും വാറിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഗ്ലോബൽ ഓർഡറിനെയാണ് എപ്പോഴും മുന്നോട്ട് വച്ചിരുന്നത്. അത് യൂറോപ്പ് അതിന് അമേരിക്കയോട് യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് അതോടുകൂടെ നമുക്ക് ലോകത്ത് കാണാൻ പറ്റുന്ന മുഴുവനും കഷ്ടപ്പാടും വേദനകളും ആൾക്കാരുടെ ദുരിതങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ഗ്ലോബൽ ഓർഡർ നമ്മുടെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതേസമയം മറുവശത്ത് റഷ്യ, പ്രത്യേകിച്ച് പ്രസിഡന്റ് പുടിൻ വന്നതിന് ശേഷം അവർ മുന്നോട്ട് വെക്കുന്നത് പിന്നെ ഡിപ്ലോമസിയിലൂടെ, ചർച്ചകളിലൂടെ, പിന്നെ നിസാർ പറഞ്ഞതുപോലെ പല പ്ലാറ്റ്ഫോംസ്, അലയൻസ്, ബ്രിക്സ്, G20, അതുപോലെ തന്നെ റിക്, ഇന്ത്യ ചൈന റഷ്യ ബൈലാറ്ററൽ ഫോറംസ്, അങ്ങനെയൊക്കെയുള്ള, പിന്നെ അതുപോലെ SCO, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, ഇതിലൂടെയൊക്കെ ഉഭയകക്ഷി ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റു മൾട്ടി ലെവലിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നുള്ള ഒരു ഡിപ്ലോമസിയിലൂടെ അല്ലെങ്കിൽ നെഗോഷിയേഷൻസിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിലൂടെ ലോകത്തിൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സമാധാനപരമായ ഒരു സാഹചര്യവും ഉയർന്നു വരും. അതിൽ കൂടുതൽ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ഡെവലപ്പാകാനും കൂടുതൽ പുരോഗതിയും അതുപോലെ തന്നെ സമ്പദ് സമൃദ്ധിയും കൊണ്ടുവരുന്ന ഒരു വേൾഡ് ഓർഡർ വരും എന്നുള്ള ഒരു സൂചന എപ്പോഴും നമുക്ക് പുടിൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇടപെടലുകളിൽ അത് വളരെ പ്രകടമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് തീർച്ചയായും ഇന്ത്യക്കുണ്ടായ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യക്കും അറിയില്ല, അവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. കാരണം 15 പുതിയ രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയൻ അങ്ങനെ പിളർന്ന് ആയി വരികയാണ്. ഈ 15 രാഷ്ട്രങ്ങൾക്കും ഇന്ത്യയോട് ഒരേപോലെ തന്നെ അനുഭാവപൂർവമുള്ള അല്ലെങ്കിൽ അത്തരം ഒരു നല്ല ബന്ധം ഉള്ള, അവർക്ക് ഇപ്പോഴും നമ്മൾ അവിടുത്തെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ മനസ്സിലാകും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക വൈകാരികമായ ഒരു ബന്ധം അവിടുത്തെ ആളുകളുടെ ഇടയിലും അതുപോലെ തന്നെ ലീഡർഷിപ്പിൻ്റെ ഇടയിലുമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ റഷ്യയോട് എങ്ങനെ പ്രതികരിക്കണം, ആ സമയത്ത് റഷ്യയും കുറേ അമേരിക്കയോട് അനുകൂലമായ അല്ലെങ്കിൽ അത് തീർച്ചയായും ഒരു 98, 99 കാലഘട്ടം വരെ ആ കൺഫ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഒരു